ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ എസ് ഫ്രം എം സൊല്യൂഷൻ. ഇനി എന്തിനാ വേറെ സൊല്യൂഷൻ? മക്കളെ, സാറ് വളരെ ഹാപ്പിയാണ്. കാരണം നിങ്ങളെല്ലാവരും അത്രമേൽ ആയത്തിൽ പ്രതീക്ഷിക്കുന്ന എസ് എ ക്വസ്റ്റ്യൻ അല്ലേ, അതിന്റെ ഓരോ ചാപ്റ്ററിനും ചോദിക്കാൻ സാധ്യതയുള്ള എസ് എ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ചാപ്റ്ററിനും ആറാമത്തെ ചാപ്റ്ററിനാണ് സാറ് പ്രധാനമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ഓരോന്നോരോന്ന് അതിന്റെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കോട്ടെ മക്കളെ. എന്താ? എക്സ്പ്ലെയിൻ ഹൗ ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ബിക്കം എ മാസ് മൂവ്മെന്റ്. എന്ത് കാരണം? ഡെസ്പൈറ്റ് ദ ഇംപ്രിസൺമെന്റ് ഓഫ് കീ ലീഡേഴ്സ് ഇൻക്ലൂഡിംഗ് മഹാത്മാഗാന്ധി. ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തിട്ട് പോലും എന്തുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരം ഒരു അടിപൊളി സമരമായിട്ട് മാറി? കിട്ടിയോ? ചോദ്യത്തിലേ ഉള്ളൂ. ക്വിറ്റ് ഇന്ത്യ സമരം എഴുതണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ കാരണം ക്വിറ്റ് ഇന്ത്യ സമരം നടക്കാനുള്ള കാരണം എന്താന്നൊക്കെ അല്ലെ. അതായത് രണ്ടാം ലോക യുദ്ധം തുടങ്ങിയപ്പോ ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യണം? രണ്ടാം ലോക യുദ്ധത്തിൽ ഇന്ത്യന്റെ സപ്പോർട്ട് ക്രൂഷ്യൽ ആയിട്ട് വന്നു. കിട്ടിയോ? അപ്പോഴോ അല്ലെ അത് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റഫോർഡ് ക്രിപ്സിന് എന്ത് ചെയ്തു? ഇന്ത്യയിലേക്ക് സെൻഡ് ചെയ്തു, ഇന്ത്യയിലേക്ക് അയച്ചു അല്ലെ. അങ്ങനെ ക്രിപ്സ് ഇന്ത്യക്കാരായിട്ടുള്ള നേതാക്കന്മാരെ നെഗോഷിയേറ്റ് ചെയ്യുക, അനുനയിപ്പിക്കുന്ന കാര്യത്തിൽ ക്രിപ്സ് പരാജയപ്പെട്ടു. ഇന്ത്യക്കാർ സപ്പോർട്ട് കൊടുത്തും ചെയ്തില്ല രണ്ടാം ലോക യുദ്ധത്തിൽ അല്ലെ. ആ ഒരു സാഹചര്യത്തിലാണ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഒരു മാസ് മൂവ്മെന്റ് അല്ലെ, ഒരു അടിപൊളി സമരം നടത്താൻ നമ്മൾ എന്ത് ചെയ്തത്? തീരുമാനിച്ചത്. അങ്ങനെ സമരം നമ്മൾ എന്ത് നടത്തുന്നു? 1942 അല്ലെ കോൺഗ്രസിന്റെ ബോംബെ സമ്മേളനത്തിൽ വെച്ചിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നു, നമ്മൾ നടത്തുന്നു. ആരൊക്കെ അതിൽ പങ്കെടുത്തത്? സ്റ്റുഡൻസ് അല്ലെ. അതേ സമ്മേളനത്തിലല്ല, സമരത്തിൽ പങ്കെടുക്കണ ആരൊക്കെ? വിദ്യാർത്ഥികൾ, യൂത്ത്, യുവാക്കൾ അല്ലെ, വർക്കേഴ്സ്, തൊഴിലാളികൾ ആൻഡ് വുമൻസ്, സ്ത്രീകൾ. ചുരുക്കി പറഞ്ഞ സമൂഹത്തിന്റെ ഓൾ പാർട്ട്, എല്ലാ ഭാഗത്തിലുള്ള എല്ലാ മേഖലയിലുള്ള ആളുകൾ എന്ത് ചെയ്തു? ഈ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തു അല്ലെ. എന്നിട്ട് അവിടെ പറയാനുള്ളത് എന്താ? പോസ്റ്റ് ഓഫീസ്, ടെലിഗ്രാഫ് ഓഫീസ്, റെയിൽവേ സ്റ്റേഷൻ വേർ ടാർഗറ്റഡ്. റെയിൽവേ ലൈനുകൾ, പോസ്റ്റ് ഓഫീസുകൾ, ടെലിഗ്രാഫ് ലൈനുകൾ, ഇത് മുഴുവൻ എന്ത് ചെയ്തു? അവർ തകർത്തു അല്ലെ. എന്നിട്ടോ അങ്ങനെയാണ് സമരം തുടങ്ങിയത്. അങ്ങനെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധി പ്രഖ്യാപിച്ച ഒരു ആശയമുണ്ട്, ഡു ഓർ ഡൈ, പ്രവർത്തിച്ച മോനെ അല്ലെങ്കിൽ മരിച്ചോ അല്ലേ. അങ്ങനെ ഈ സമരം നടന്ന് അടിപൊളിയായിട്ട് നടക്കുമ്പോഴാണ് ഗാന്ധി ആൻഡ് അതർ നാഷണൽ ലീഡേഴ്സ് വർ അറസ്റ്റഡ് അല്ലേ. ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാരൊക്കെ അറസ്റ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞിരുന്നു. അതാരൊക്കെയാണ് നേതാക്കന്മാര്? ജയപ്രകാശ് നാരായണൻ, റാം മനോഹർ ലോഹിയ, അരുണ ആസഫ് അലി, സുജാത കൃപലാനി. കണ്ടോ? ജയപ്രകാശ് നാരായണൻ, അപ്പൊ ജയ അല്ലേ, ജയറാമിന് കിട്ടി. ജയറാം എന്നുള്ളതിൽ ജയ എന്നുള്ളത് ജയപ്രകാശ് നാരായണൻ. റാം എന്ന് പറഞ്ഞാൽ ആരേക്കാരം? ഇതാ റാം മനോഹർ ലോഹിയ. ഇനി ഇവിടെ ആസിഫ് അലി ഉണ്ട്, അതാരാ? അരുണ ആസഫ് അലി. സുജാത ചേച്ചി ഉണ്ട്, അതാരാ? സുജാത കൃപലാനി. ഇത്ര മാത്രം പറഞ്ഞാൽ മതി, സംഭവം സെറ്റേകാരം. ഇനി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ കുറെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? നേതൃത്വം കൊടുത്തിട്ടുണ്ട്, പല ആൾക്കാരും അല്ലേ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം? ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ വെച്ച് നിർത്തുക കേട്ടോ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കോളിയും. ദ റിനൈസൻസ് വാസ് എ ഷിഫ്റ്റ് ഫ്രം എ ഗോഡ് സെന്റേഡ് പെർസ്പെക്റ്റീവ് ടു ഹ്യൂമൻ സെന്റേഡ് പെർസ്പെക്റ്റീവ്. നവോത്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവകേന്ദ്രീകൃതമായ ആശയത്തിൽ നിന്നും മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു ആശയത്തിലേക്കുള്ള ഒരു മാറ്റമാണ്. ശരിയാണോ? ആണ്. കാരണം ഫ്യൂഡലിസം ദൈവത്തിന് പ്രാധാന്യം കൊടുത്തു, റിനൈസൻസ് മനുഷ്യനാണ്. ശരിയാണ്. എന്നിട്ടോ സപ്പോർട്ട് ദിസ് സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പിന്തുണക്കണം. എങ്ങനെ? ബൈ ഇവാലുവേറ്റിംഗ് റിനൈസൻസ് പെയിന്റിംഗ്. നവോത്ഥാന കാലഘട്ടത്തിലെ ചിത്രകലയെ വിലയിരുത്തിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എൻ്റെ മക്കളോട് ആദ്യം പറയാനുള്ളത്, നവോത്ഥാന കാലഘട്ടത്തിലെ ചിത്രകലയുടെ ഫീച്ചേഴ്സ് എഴുതി കൊടുക്കുക അല്ലെ. ഏതൊക്കെ ഫീച്ചേഴ്സ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ലാൻഡ്സ്കേപ്പ്, ഭൂപ്രകൃതി ഉണ്ട്, മനുഷ്യരീരത്തിന്റെ റിയലിസ്റ്റിക് ഡെപ്പിക്ഷൻ, യഥാർത്ഥ ചിത്രീകരണം ഉണ്ട്, യൂസ് ഓഫ് ഓയിൽ പെയിന്റ്, എണ്ണച്ചായത്തിന്റെ ഉപയോഗം ഉണ്ട്, പോർട്രേറ്റ്, ഛായാചിത്രം. ഞാൻ പറയുന്നത് ദൈവം ഭൂമിയിലേക്ക് ടോർച്ചടിച്ചപ്പോ പ്രകൃതി കണ്ടു, ലാൻഡ്സ്കേപ്പ്, ഒരു മനുഷ്യനെ കണ്ടു, റിയലിസ്റ്റിക് ഡെപിക്ഷൻ ഓഫ് ഹ്യൂമൻ ബോഡി, അതായത് ഓയിൽ പേക്ക് ഉണ്ട് അല്ലെ, യൂസ് ഓഫ് ഓയിൽ പെയിന്റ്, എണ്ണച്ചായത്തിന്റെ ഉപയോഗം, പോർട്രേറ്റ്, ഛായാചിത്രങ്ങൾ, അതായത് ആ മനുഷ്യന്റെ കയ്യിൽ എന്തുണ്ട്? ചായ ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയങ്ങൾ ലൈവിൽ വരിക, നമുക്ക് അപ്പം അവിടെ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇങ്ങോട്ടൊക്കെ പെയിന്റേഴ്സ് അല്ലെ, ആരൊക്കെ? ജിയോട്ടോ, അയാളെ വർക്ക്, മസാച്ചിയോ, ലിയാനാർഡോ ഡാവിഞ്ചി അല്ലെ, ഈ കാര്യങ്ങളൊക്കെ അല്ലേ. ജസ്റ്റ് ഓലെ വർക്ക്, ഓലെ പേര്, അങ്ങനെ ഓരോന്ന് കൊടുക്കുക. ഇതൊക്കെ കാര്യങ്ങൾ ലൈവിൽ വന്നോട്ടോ, സാർ അവിടെ സെറ്റ് ചെയ്ത് തരും കേട്ടോ, വിശദീകരണം അവിടെ ഉണ്ടാവും. ഇനി അടുത്തൊരു എസ്സേ ക്വസ്റ്റ്യൻ എന്താ? അനലൈസ് ഹൗ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്. എന്തുകൊണ്ടാണ് നിയമലംഘന സമരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾ, ജനങ്ങൾ എന്ത് ചെയ്തത്? പങ്കെടുത്തത്. അതായത് വർക്കേഴ്സ്, തൊഴിലാളി, അങ്ങനത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാണ് പങ്കെടുത്തതെന്നാണ് ചോദിക്കുന്നത് അല്ലേ. നമുക്കറിയാം സിവിൽ നിയമലംഘനം ഗാന്ധി ആരംഭിക്കാൻ കാരണം അല്ലെ, ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർ ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പിൽ ഒരുപാട് ഹാർഡ്ഷിപ്പ്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ഒരു ലെറ്റർ അയച്ചു ഇന്ത്യ ഭരിച്ച വൈസ്രോയി ആയിട്ടുള്ള ഇർവിന് അല്ലെ. പക്ഷെ ഇർവിൻ അത് അംഗീകരിച്ചും ചെയ്തില്ല. അങ്ങനെ ഗാന്ധി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന എല്ലാ നിയമങ്ങളും ലംഘിക്കാൻ തീരുമാനിച്ചു അല്ലെ. അതിൽ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് സാൾട്ട് ലോ. അതവിടെ വെച്ചിട്ട് ലംഘിക്കാൻ തീരുമാനിച്ചത് ദണ്ഡി ബീച്ച്, 78 ആൾക്കാർ ഇപ്പോൾ മാർച്ച് അടുത്തത് നിങ്ങൾക്ക് അറിയാം അല്ലെ. പിന്നെ ആ സമരത്ത് നമ്മൾ പറയണവരാണ് സിവിൽ നിയമലംഘന സമരം. ആ സമരത്തിൽ ഒരുപാട് ആൾക്കാർ പങ്കെടുത്തു. ആരൊക്കെ? ലേബേഴ്സ് ആണോ, ഡിഫറെന്റ് സെക്ഷനാ. ആരൊക്കെ? തൊഴിലാളികൾ, സമൂഹത്തിലൊരു വിഭാഗം. ഓലെന്ത് ചെയ്തത്? സ്ട്രക്ക് വർക്ക്, പണിക്കോയില്ല, റെയിൽവേ പണിക്കും ബ്രിട്ടീഷുകാരെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? ദേ സ്ട്രക്ക്
സ്റ്റക്ക് ദ വർക്ക്, അവർ തൊഴിൽ എന്ത് ചെയ്തു, നിർത്തി, പണി നിർത്തി വെച്ചു, ബ്രിട്ടീഷുകാർ ജോലിക്ക് പോയില്ല. അടുത്ത വുമൺ, സ്ത്രീകൾ എന്ത് ചെയ്തു, ബൺ ഫോറിൻ ക്ലോത്ത്, അതായത് ബേൺഡ്, കത്തിച്ചു, വിദേശ വസ്ത്രങ്ങൾ എന്ത് ചെയ്തു, കത്തിച്ചു. വിദ്യാർത്ഥികളോ സ്കൂള് പോയില്ല, ബോയ്ക്കോട്ടഡ് സ്കൂൾ. ഫാമേഴ്സ്, കർഷകർ എന്താ ചെയ്യുക, പണിയെടുക്കാതൊക്കെയാണോ, അല്ല, ഓലെന്ത് കൊടുക്കൂല, ടാക്സ് കൊടുക്കൂല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം, വിശദീകരിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റും, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടുതൽ അറിയണമെങ്കിൽ ലൈവിൽ വന്നോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, എക്സ്പ്ലെയിൻ ഹൗ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഡിഫറെന്റ് ഫ്രം ദ ഏർലി സ്ട്രഗിൾസ് ഇൻ വിച്ച് മഹാത്മാഗാന്ധി ഇന്റർവെൻസ്ഡ് ഇൻ ഇന്ത്യ. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ ഇടപെട്ട ആദ്യകാല സമരങ്ങളിൽ നിന്നും നിസ്സഹകരണ സമരം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇനി വ്യത്യാസം എഴുതണ്ട, ജസ്റ്റ് നിസ്സഹകരണം എന്താന്ന് എന്ത് ചെയ്താൽ മതി, എഴുതി വെച്ചാൽ മതി. എന്താ പ്രത്യേകത, ഗാന്ധിയുടെ ആദ്യകാല സമരം പറഞ്ഞ ചെറിയ ചെറിയ സ്ഥലങ്ങളിലാണ്. നിസ്സഹകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ലെവൽ മൂവ്മെന്റ് ആണ്. ഗാന്ധി ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ആദ്യത്തെ നാഷണൽ ലെവൽ സമരം, ദേശീയ സമരമാണ് നോൺ കോപ്പറേഷൻ, അല്ലേ? കാരണം ഇറ്റ് ഈസ് നോട്ട് കോപ്പറേറ്റഡ് വിത്ത് ബ്രിട്ടൻ. നമ്മൾ ബ്രിട്ടീഷുകാരോട് എന്ത് ചെയ്യൂല, സഹകരിക്കൂല. തുടങ്ങിയത് 1920 ജാലിയൻവാലാബാഗും റൗലറ്റ് ആക്ട് ഒക്കെ അതിനൊരു കാരണമായിരുന്നു, അല്ലേ? അതിൽ ഗാന്ധി മുന്നോട്ട് വെച്ച കാര്യങ്ങളൊക്കെ അല്ലേ സാർ ഇതൊക്കെ ആക്ഷൻ എടുത്ത് ലൈവിൽ ക്ലാസ് എടുത്താൽ നീനില്ലേ, സ്റ്റുഡൻസ്, അല്ലേ? അതായത് കുട്ടികൾ സ്കൂൾ ബഹിഷ്കരിക്കണം, അതേപോലെ തന്നെ ബോയ്ക്കോട്ട് ഫോറിൻ ഗുഡ്സ്, വിദേശ ഉൽപ്പന്നങ്ങൾ, അല്ലേ? വസ്ത്രം, അതേപോലെ ലിപ്സ്റ്റിക്, അങ്ങനത്തെ സാധനങ്ങൾ. ബോയ്ക്കോട്ട് എലക്ഷൻ, ഇങ്ങനെ പറഞ്ഞാൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇങ്ങനെ പറയാം, ബോയ്ക്കോട്ട് എലക്ഷൻ, തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുക, അല്ലേ? അതേപോലെ വക്കീലന്മാരുടെ ആക്ഷൻ ഇട്ട് കാട്ടി തന്നിരുന്നു. അതൊക്കെ അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. ഇത് ഗാന്ധി മുന്നോട്ട് വെച്ച കാര്യങ്ങൾ. ഈ ജനങ്ങൾ ഇത് അംഗീകരിച്ചുക്കണോ, യെസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇതൊക്കെ V3 ഫോമിലാക്കുക. റിട്ടേണിംഗ് എന്നുള്ളത് റിട്ടേൺ ഉണ്ട്, അല്ലേ? ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകിയെന്നാക്കുക. കണ്ടോ, ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചു, ശരിയാണ്. അതേപോലെ റിസൈനിങ് ഗവൺമെന്റ് ജോബ് എന്നുള്ളത് റിസൈൻഡ്, അല്ലെ? ഗവൺമെന്റ് ജോലി രാജിവെച്ചു, കോടതികൾ ബഹിഷ്കരിച്ചു, അങ്ങനെ ആക്കൂലേ, അങ്ങനെ ആക്കി കൊടുത്താൽ കിട്ടും. ഇനി ഗാന്ധി സമരം നിർത്തി വെച്ച എന്താ, ചൗരി ചൗരങ്ങൾക്കൊക്കെ അറിയണതാണ്, നിങ്ങൾ അങ്ങനെ എഴുതി കൊടുത്താൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ, എക്സ്പ്ലെയിൻ വൈ വേൾഡ് വാർ ഫസ്റ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഇമ്പീരിയലിസ്റ്റ് വാർ. എന്തുകൊണ്ടാണ് ഒന്നാം ലോക യുദ്ധം സാമ്രാജ്യത്വ യുദ്ധമായി കണക്കാക്കുന്നത്? നമുക്കറിയാം, ഒന്നാം ലോക യുദ്ധം തുടങ്ങിയത് 1914 മുതൽ 18 വരെ. എങ്ങനെ പഠിക്കുക, നിങ്ങൾ SLC എന്ന ചില കുട്ടികളുടെ പ്രായം 14, കല്യാണ പ്രായം 18, കണ്ടോ, 14 to 18, സെറ്റ് അല്ലേ? ഇനി നടക്കാനുള്ള ഒരു കാരണമാണ് ഇമ്പീരിയലിസ്റ്റ് റൈവലറി, സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ മത്സരം. അതാണ് ഇവിടെ ചോദ്യം, സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ യുദ്ധം. എന്താ സാമ്രാജ്യത്വം? ചില രാജ്യങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾ ഭരിക്കാൻ വേണ്ടിയിട്ട് ആ രാജ്യങ്ങൾ ആക്രമിച്ച് ഭരിക്കാൻ തുടങ്ങി, അല്ലേ? ആക്രമിച്ച് കീഴടക്കാൻ തുടങ്ങി. അതാണ് ഇമ്പീരിയലിസം. അതിൽ ഇവിടെ ഇമ്പീരിയലിസ്റ്റ് റൈവലറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ അത് പഠിക്കുമ്പോൾ ഓൾഡ് ഇമ്പീരിയൽ പവറും അതേപോലെ ന്യൂ ഇമ്പീരിയൽ പവറൊക്കെ പറയുന്നുണ്ട്. ഓൾഡിൽ നമ്മൾ 2 രാജ്യം പറയുന്നുണ്ട്, ഇംഗ്ലണ്ടും ഫ്രാൻസും. ന്യൂവിൽ നമ്മളൊക്കെ പറയുന്നുണ്ട്, ബെൽജിയം പറയുന്നുണ്ട്, ഇറ്റലി പറയുന്നുണ്ട്, ജപ്പാൻ പറയുന്നുണ്ട്, USA പറയുന്നുണ്ട്, ജർമ്മനി പറയുന്നുണ്ട്. ഈ രാജ്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. ഇതിൽ ലോകത്ത് ആദ്യം ഉണ്ടായിട്ടുള്ള രാജ്യങ്ങളാണ് ഓൾഡ് ഇമ്പീരിയൽ പവർ, ആദ്യകാല സാമ്രാജ്യത്വ രാജ്യങ്ങൾ, പഴയ സാമ്രാജ്യത്വ രാജ്യങ്ങൾ. ഓലാണ് ആഫ്രിക്കയും ഏഷ്യയൊക്കെ ഭരിച്ചത്, അല്ലേ? ന്യൂ ഇമ്പീരിയൽ പവറിന് ഭരിക്കാൻ സ്ഥലങ്ങളില്ല, പക്ഷെ ഓൽക്കും ഏഷ്യ ആഫ്രിക്കയും വേണം. അപ്പൊ ന്യൂ ഇമ്പീരിയൽ പവർ ഏഷ്യ ആഫ്രിക്കൊക്കെ ഭരിക്കാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആക്രമിക്കാൻ നിൽക്കുമ്പോൾ ഓൾഡ് ഇമ്പീരിയൽ പവർ അതിനെ എതിർക്കുന്നു. ആ മത്സരത്തെ പറയുന്ന പേരാണ് ഇമ്പീരിയലിസ്റ്റ് റൈവലറി, സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ കിട മത്സരം. അപ്പൊ പഴയ സാമ്രാജ്യത്വ രാജ്യം, പുതിയ സാമ്രാജ്യത്വ രാജ്യം. ട്രിക്ക് എന്താ, ഓൾഡിന്റെ പഴയ ലൈൻ ഇഫ്ര, പുതിയ ലൈന് ബിജു എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് കിട്ടും. അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ നോക്കിയാൽ വേറെ റീസൺ ആണ് എന്ത്, എക്സ്ട്രീം നാഷണലിസം. അത് നമുക്കറിയാലോ, ഒരു വ്യക്തിക്ക് ഒരു രാജ്യത്തോട് ഉണ്ടാവുന്ന ഇന്റൻസ് ആൻഡ് ഇമോഷണൽ ഡിവോഷൻ ടുവാർഡ്സ് കൺട്രി, അല്ലെ? സ്വന്തം രാജ്യത്തോട് ഉണ്ടാവുന്ന വൈകാരികവും അതേപോലെ തന്നെ ഇന്റൻസ് അമിതമായിട്ടുള്ള സ്നേഹത്തെ നമ്മൾ പറയുന്ന പേരാണ് തീവ്രദേശീയത. അങ്ങനെ ഉണ്ടാവും, മറ്റുള്ള രാജ്യങ്ങൾ നമ്മൾ ആക്രമിക്കും, അല്ലെ? ആ കാര്യം. പിന്നെ മിലിറ്ററി അലയൻസ്, ട്രിപ്പിൾ എൻഡിനും ട്രിപ്പിൾ അലയൻസും, അല്ലെ? ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം. സൗഹാർദ്ദത്തിൽ ഞാൻ പറഞ്ഞു ഇന്ത്യ ലൈൻ ഇഫ്രയാണ് സൗഹൃദം, അല്ലെ? ഇഫ്ര ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ത്രികക്ഷി സഖ്യം ജെ ജർമ്മനി, ആസ്ട്രിയ, I ഇറ്റലി, ജയ്. കിട്ടിയോ? അങ്ങനെ ആലോചിച്ചാൽ മതി. പിന്നെ യുദ്ധത്തിന്റെ ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്തിട്ടുണ്ട്, കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ വായിച്ചാൽ തന്നെ കിട്ടും, അല്ലേ? അപ്പൊ അതിലേക്ക് എന്ത് ചെയ്യുന്നില്ല, സാറ് കിടക്കുന്നില്ല. ഇനി നോക്കി ഈ ഒരു ഭാഗങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് പഠിക്കണം. എന്താ, ദ റിനൈസൻസ് വാസ് എ ഷിഫ്റ്റ് ഫ്രം എ ഗോഡ് സെന്റേർഡ് പെർസ്പെക്റ്റീവ് ടു ഹ്യൂമൻ സെന്റേർഡ് പെർസ്പെക്റ്റീവ്. അടുത്ത ക്വസ്റ്റ്യൻ ആട്ടോ സാധ്യത ഉള്ളത്. അതായത് എന്ത് ചെയ്യുന്നു, ദൈവകേന്ദ്രിതമായ കാഴ്ചപ്പാട് മനുഷ്യകേന്ദ്രിതമായ കാഴ്ചപ്പാടിലേക്കുള്ള ഒരു മാറ്റാണ് നവോത്ഥാനം, അല്ലെ? ഇവിടെ ചോദ്യം എന്താ, സപ്പോർട്ട് ദി സ്റ്റേറ്റ്മെന്റ് ബൈ ഇവാലുവേറ്റിംഗ് റിനൈസൻസ് ലിറ്ററേച്ചർ. അവിടെ പെയിന്റിങ് ചോദിച്ചു, ഇവിടെ ലിറ്ററേച്ചർ, സാഹിത്യം. നമുക്കറിയാം നവോത്ഥാന സാഹിത്യകാരന്മാർ എന്ത് ചെയ്തു, സ്കോളാറ്റിസത്തെ ബ്രേക്ക് ചെയ്തു. പിന്നെ ഒരു റീജിയണൽ ലാംഗ്വേജ്, പ്രാദേശിക ഭാഷയിലാണ് എഴുതിയത്, മനുഷ്യനെ കുറിച്ച് എഴുതാൻ തുടങ്ങിയത്. പിന്നെ സാഹിത്യകാരന്മാരുടെ പേര്, ഓല വർക്കൊക്കെ അല്ലേ, ജസ്റ്റ് അത് മനസ്സിലാക്കാതെ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്താൽ അത് അവിടെ അടിപൊളിയാവും കേട്ടോ. പിന്നെ ഉള്ളത് ഒന്നാമത്തെ ചാപ്റ്റർ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, എക്സ്പ്ലെയിൻ അബൌട്ട് ദ റിഫോം മൂവ്മെന്റ് ആൻഡ് കൗണ്ടർ റിഫോം മൂവ്മെന്റ്. അതായത് മതനവീകരണ പ്രസ്ഥാനവും പ്രതിമതനവീകരണ പ്രസ്ഥാനം എന്ത് ചെയ്യുക, വിശദീകരിക്കുക. മതനവീകരണം നമുക്ക് എന്താ അറിയാം, അല്ലെ? പാപവിമോചന പത്രിക വിൽക്കാൻ തീരുമാനിക്കുന്നു കത്തോലിക്ക സഭ, ടെറ്റ്സിൽ വരുന്നു, മാർട്ടിൻ ലൂതർ എതിർക്കുന്നു, അല്ലെ? അയാൾ 95 പ്രബന്ധം ഒട്ടിച്ചു വെക്കുന്നു, എവിടെ, ഓൺ
ദ ഡോർ ഓഫ് വിറ്റൻബർഗ് യൂണിവേഴ്സിറ്റി അല്ലേ, വിറ്റൻബർഗ് ചർച്ച്, വിറ്റൻബർഗ് ദേവാലയത്തിന്റെ ഡോർ പൊട്ടിക്കുന്നു അല്ലെ, ആ കാര്യങ്ങളൊക്കെ. എന്നിട്ട് അതിനെതിരെ ഉണ്ടായിട്ടുള്ളതാണ് കൗണ്ടർ റിഫോർമേഷൻ അല്ലെ. കത്തോലിക്ക സഭ എന്ത് ചെയ്യുന്നു, സ്വയം റിഫോം ചെയ്യാൻ, മാറ്റം വരുത്താൻ തീരുമാനിക്കുന്നു അല്ലെ. അങ്ങനെ അവരെല്ലാവരോടും ഒരുമിച്ച് കൂടുന്നു, ഇറ്റലിയിൽ ഒരുമിച്ച് കൂടുന്നു. അങ്ങനെ ബാൻ ദ സെയിൽ ഓഫ് ഇന്റലിജൻസ്, സ്വാഭിമോചന പത്രിക നിരോധിക്കുന്നു. അതിൽ പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ടത് സ്പെയിനിൽ നേതൃത്വം കൊടുത്ത ഇഗ്നേഷ്യസ് ലയോള എന്നുള്ള പേര് എന്ത് ചെയ്യുക, ജസ്റ്റ് മനസ്സിലാക്കുക. അയാൾ യേശു ക്രിസ്തുവിന് സഭ ഉണ്ടാക്കി, സൊസൈറ്റി ഓഫ് ജീസസ്. അത്ര മനസ്സിലാക്കിയാൽ മതി. ഇതോടുകൂടി ടെസ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും മക്കളെ, സെറ്റ് ആയിരിക്കും. എന്റെ കുട്ടികളൊക്കെ എന്ത് ചെയ്യുക, അടിപൊളി ടെസ്റ്റ് ചെയ്തുക. സാറ് ആൻസർ വളരെ എന്തൊക്കെയാണ് പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായതുകൊണ്ടാണ്. എന്റെ ലക്ഷ്യം എന്താ, ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞു തരിക, അതിന്റെ ആൻസറുകളിലേക്ക് എത്തിക്കുക. ഓക്കെ ആണല്ലോ, സെറ്റ് ആക്കി കേട്ടോ. ഇനി ലൈവിൽ വന്നത്തെ നമുക്ക് അടിച്ചു പൊളിക്കാം.